നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാവോയിസ്റ്റ് സംഘത്തിലെ 4 പേരെ തിരിച്ചറിഞ്ഞു. സംഘത്തിലെ 4 പേരിൽ ഒരാൾ മക്കിമല സ്വദേശി ജിഷ. വയനാട്ടിലെ ജപ്തി നടപടികൾ അപലപനീയമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ജനറൽ കൺവീനർ പി ടി ജോൺ. വടക്കനാട് കൊമ്പനെ തളയ്ക്കാൻ നീക്കങ്ങൾ ശക്തമാക്കി. വനംവകുപ്പ് പ്രത്യേക ദൌത്യ സംഘത്തിൽ 40 പേർ. മാനന്തവാടി തലപ്പുഴയിൽ വാഗണർ കാർ നിയന്ത്രണം വിട്ട് വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും ഇടിച്ചു വീഴ്ത്തി. 8 പേർക്ക് പരിക്ക്. ബത്തേരി എക്സൈസ് റേഞ്ചിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്നു കേസുകൾ 107. കഴിഞ്ഞ വർഷത്തേക്കാൾ 35 കേസുകൾ വർദ്ധിച്ചു. പന്നി ഫാമിനെതിരെ പരാതി നൽകിയതിന് പരാതിക്കാരന് വധഭീഷണി. ഈസ്റ്റ് ചീരാൽ പോലീസ് സ്റ്റേഷൻ മുറവിളിക്ക് മറുപടിയില്ല. കെട്ടിടം നൽകിയിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല. വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസം അയനിക്കലിൽ എത്തിയ മാവോയിസ്റ്റ് സംഘാംഗങ്ങൾക്കെതിരെ UAPA പ്രകാരം പോലീസ് കേസെടുത്തു. 4 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രേവണ്ണ, സാവിത്രി, സുന്ദരി, മക്കിമല സ്വദേശിനിയായ ജിഷ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. ഇതോടെ ജിഷ മാവോയിസ്റ്റ് സംഘാംഗമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘം അയനിക്കലിലെത്തി പോസ്റ്ററുകൾ പതിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തെ കുഴിച്ചുമൂടുക, മാവോയിസ്റ്റ് വിപ്ലവ ബദലിനായി പൊരുതുക തുടങ്ങിയ പോസ്റ്ററുകളാണ് CPI മാവോയിസ്റ്റ് കബനി ഏരിയ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ടത്. കബനി ദളം പ്രസിദ്ധപ്പെടുത്തിയ കാട്ടുതീ ലഘുലേഖകളും വിതരണം ചെയ്തു. 3 സ്ത്രീകൾ ഉൾപ്പെടെ 9 അംഗ സംഘമാണ് എത്തിയത്. അവരിൽ നിന്നാണ് 4 പേരെ തിരിച്ചറിഞ്ഞത്. അയനിക്കലിലെ കച്ചവടക്കാരൻ ഫിലിപ്പിന്റെ കടയിൽ നിന്നും 1600 രൂപയുടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങി 1200 രൂപ നൽകി ഇവർ തിരികെ പോയി. വയനാട്ടിലെ ജപ്തി നടപടികൾ അപലപനീയമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ജനറൽ കൺവീനർ പി ടി ജോൺ. എല്ലാ ബാങ്ക് കടങ്ങൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടും ബാങ്കുകൾ ജപ്തി നടപടികളുമായും പോകുന്നതിന്റെ ഉദാഹരണമാണ് ഇരുളത്തെയും ദാസനക്കരയിലെയും ആത്മഹത്യയെന്നും പി ടി ജോൺ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മൊറട്ടോറിയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇരളം വില്ലേജ് ഓഫീസർ ആത്മഹത്യ ചെയ്ത ദിവാകരന് ജാമ്യം നിന്ന ഇമ്മാനുവലിനും വിദ്യാഭ്യാസ വായ്പ എടുത്ത ദിവാകരൻ്റെ മകൻ ദിനനും നോട്ടീസ് സർവ് ചെയ്യാൻ പോയത്. എന്തടിസ്ഥാനത്തിലാണ് മൊറട്ടോറിയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതേ റവന്യൂ വകുപ്പിൻ്റെ വില്ലേജ് ഓഫീസ് ഇത്തരത്തിലുള്ളൊരു ജപ്തി നടപടിയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണം. ഞങ്ങൾ ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3-ാം തീയതി തുറന്നു കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു റിട്ട് ഫയൽ ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നതാണ്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി ടി ജോൺ. ദാസനക്കരയിൽ ആത്മഹത്യ ചെയ്ത തിമ്മപ്പൻ ചെട്ടിയുടെ മകൻ കൃഷ്ണദാസിന്റെ ഭാര്യയെയും 2 മക്കളെയും സർക്കാർ ദത്തെടുക്കണമെന്നും പി ടി ജോൺ ആവശ്യപ്പെട്ടു. കാർഷിക നഷ്ടവും പുനരധിവാസവും ആവശ്യമുള്ള കർഷകരുടെ ഒത്തുചേരൽ സംഗമം ഡിസംബർ 31-ന് കൽപ്പറ്റയിൽ നടത്തുമെന്നും പി ടി ജോൺ പറഞ്ഞു. തിരിച്ചെത്തിയ വടക്കനാട് കൊമ്പനുമേൽ 3-ാം ദിവസവും നിരീക്ഷണം ശക്തമാക്കി വനം വകുപ്പ്. 40 അംഗ വനപാലകരുടെ നേതൃത്വത്തിലാണ് നിരീക്ഷണം. മുത്തങ്ങയിൽ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി പാർപ്പിക്കുന്നതിനായി കൂടൊരുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കനാട് മേഖലയിലെത്തിയ വടക്കനാട് കൊമ്പനുമേൽ വനം വകുപ്പ് നിരീക്ഷണം കർശനമാക്കിയിരിക്കുകയാണ്. നിലവിൽ കുറിച്ചാട് റേഞ്ചിൽപ്പെടുന്ന കല്ലൂർക്കുന്ന് വനമേഖലയിലാണ് കൊമ്പനുള്ളത്. വടക്കനാട് പ്രദേശത്തോട് തൊട്ടുചേർന്നുള്ള വനമേഖലയാണിത്. വന്യജീവി സങ്കേതം മേധാവിയുടെ നേതൃത്വത്തിൽ റേഞ്ചർമാരും RR ടീമും സ്റ്റേഷൻ ഓഫീസറും ഉൾപ്പെടുന്ന 40 അംഗ സംഘം 3 ടീമായി ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങാതിരിക്കാൻ കനത്ത കാവലുമുണ്ട്. മയക്കുവെടിവെച്ച് പിടികൂടി കൂട്ടിലടയ്ക്കണമെന്നുള്ള വനംവകുപ്പിന്റെ ഉത്തരവുള്ളതിനാൽ ആനയ്ക്കായി മുത്തങ്ങപ്പന്തിയിൽ കൂടൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തിയായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ആനയെ മയക്കുവെടിവെച്ച് പിടികൂടാമെന്നാണ് അധികൃതർ ഉദ്ദേശിക്കുന്നത്. വടക്കനാട് മേഖലയിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായ കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടാൻ മെയ് 29-നാണ് ഉത്തരവായത്. തുടർന്ന് വന്യജീവി സങ്കേതത്തിൽ നിന്നും കർണാടക, തമിഴ്നാട് വനമേഖലയിൽ തമ്പടിച്ച കൊമ്പൻ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വടക്കനാട് വനമേഖലയിൽ എത്തിച്ചേർന്നത്. വയനാട് വിഷൻ, ബത്തേരി.
നിയന്ത്രണം വിട്ട വാഗണർ കാർ ഓട്ടോറിക്ഷയ്ക്കും കാൽനടയാത്രക്കാരനും ഒമിനി വാനിനും ഇടിച്ച് 8 പേർക്ക് പരിക്ക്. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് തലപ്പുഴ ടൗണിൽ വെച്ചാണ് അപകടം. പരിക്കേറ്റ വാഗണർ കാറിലുണ്ടായിരുന്ന വെൺമണി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിലെ ഫാദർ ലൂക്കോസ്, ഒമിനി വാനിലുണ്ടായിരുന്ന വരയാൽ പുറത്തേട്ട് സെലിൻ, മകൻ സെബിൻ, ഭാര്യ ആൽഫിൻ, മകൾ 10 മാസം പ്രായമായ ടെസ, സെബിന്റെ സഹോദരൻ ഷിജിയുടെ മകൻ ഇമ്മാനുവൽ, കാൽനടയാത്രക്കാരൻ ചിറക്കര പുളിയാമ്പെട്ടി ഗുരുനാഥൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ തയ്യിൽ അജ്ഫാൻ എന്നിവരെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇൻഡസ്ട്രിയലിൻ്റെ കടയിൽ ഒരു സാധനം കൊടുക്കാൻ വേണ്ടി കയറിയതാണ്. കയറി അത് കൊടുത്ത് തിരിച്ചിറങ്ങിയ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിലിട്ടപ്പോൾ ബാക്കിൽ വന്ന് അടിച്ച് അങ്ങനെ മറ്റേ ഒമനിക്ക് തട്ടി ഞാൻ വണ്ടി മറിഞ്ഞ് കാലി വണ്ടിൻ്റെ അടിയിലായി പോയി. ബത്തേരി എക്സൈസ് റേഞ്ചിൽ ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട് ഈ വർഷം രജിസ്റ്റർ ചെയ്തത് 107 കേസുകൾ. 2017 35 ലഹരിമരുന്നു കേസുകളാണ് ഈ വർഷം പിടികൂടിയത്. അതേസമയം അബ്കാരി കേസുകളുടെ എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ഗണ്യമായ കുറവുണ്ട്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന റേഞ്ചാണ് ബത്തേരി. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ബത്തേരി എക്സൈസ് റേഞ്ചിലാണ് മയക്കുമരുന്ന് കേസുകളുടെ എണ്ണത്തിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർധനവുണ്ടായിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 107 മയക്കുമരുന്ന് കേസുകളാണ് ബത്തേരി റേഞ്ചിൽ എടുത്തിരിക്കുന്നത്. ഇത് 2017 72 2016 28 കേസുകളുമാണ് എടുത്തത്. ഇത്തരം കേസിൽപ്പെടുന്നവരിൽ 30 വയസ്സിൽ താഴെയുള്ളവരാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിലേറെയും വിദ്യാർത്ഥികളാണ്. അതേസമയം അബ്കാരി കേസുകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച ഗണ്യമായ കുറവുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2017 വർഷം കഴിഞ്ഞ് 2018 വർഷം ആകുമ്പോഴേക്ക് ഗണ്യമായ ഒരു വർധന നമുക്ക് കാണാൻ കഴിയും. അതായത് ബത്തേരിയിൽ 107 NDPS കേസുകൾ ഇത് ഭൂരിഭാഗവും ബത്തേരിക്കാർ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആളുകൾ ഇത്രയും കേസുകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗവും, അതായത് ഒരു 90% ഈ 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഇതിൽ പ്രതികരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 156 കേസുകളാണ് എടുത്തിരിക്കുന്നത്. ഇത് 2017 497 2016 366 അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും അധികം ലഹരിമരുന്നുകൾ സംസ്ഥാനത്തേക്ക് എത്തുന്നത്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ലഹരിമരുന്ന് വിൽപ്പന ഏറെയും നടക്കുന്നത്. വിൽപ്പനക്കാരും ഉപഭോക്താക്കളും തമ്മിൽ തിരിച്ചറിയുന്നതിനായി ചില ചിഹ്നങ്ങളും ഇവർ ധരിക്കാറുണ്ട്. ഇത്തരക്കാരിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധ ചെലുത്തണമെന്നാണ് എക്സൈസ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ. മയക്കുമരുന്ന് ഇപ്പോൾ കൂടുതലായി വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്നിൻ്റെ ആധിക്യം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പലതരത്തിലുള്ള കോഡുകളുണ്ട്. ഈ ബോബ് മാർട്ടിൻ്റെ ഒരു കോഡുണ്ട്, പീസ് സിമ്പിൾ എന്നാണ് പറയുക. പീസ് ഒരു റൗണ്ട് സർക്കിളിൽ ഒരു ഇതൊക്കെ ആയിട്ടുള്ള പീസ് സിമ്പിളുണ്ട്. അതുകൊണ്ട് അത് ഇവർ കടുക്കനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവർ സുറുമ എഴുതുന്നൊരു സ്വഭാവക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിൽ സുറുമ എഴുതിയിട്ടുള്ള ആളുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണ്. ഈ കഞ്ചാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറാനും ഒരു കോളേജിലെ വിദ്യാർത്ഥി മറ്റേ കോളേജിലെ വിദ്യാർത്ഥിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ളൊരു കോഡ്സാണ് ഈ പറഞ്ഞ പി സിമ്പിളും അതുപോലെ തന്നെ ഈ സുറും എഴുതുന്ന വിദ്യാർത്ഥികളും. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. പന്നിഫാമിനെതിരെ പരാതി നൽകിയതിന് പന്നിഫാം ഉടമയുടെ വധഭീഷണി. അയൽവാസിയായ സഹദേവനെയാണ് പന്നിഫാം ഉടമ വണ്ടി കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. ഇയാൾ അമ്പലവയൽ പോലീസിൽ പരാതി നൽകി. അമ്പലവയൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കാരച്ചാലിൽ പ്രവർത്തിക്കുന്ന പന്നിഫാമിനെതിരെയാണ് നാട്ടുകാർ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും മാസ് പെറ്റീഷൻ നൽകിയിരുന്നത്. എന്നാൽ ഇതിൽ പേരെഴുതി ഒപ്പിട്ടുകൊടുത്ത അയൽവാസി കൂടിയായ തുണ്ടിൽ സഹദേവനെയാണ് ഫാം ഉടമ വണ്ടി കയറ്റി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ സഹദേവൻ അമ്പലവയൽ പോലീസിലും ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ പന്നിഫാമിന് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ ആരോഗ്യവകുപ്പിൻ്റെയോ യാതൊരുവിധ അനുമതിയുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് സഹദേവൻ എന്നാണ്. ഞാൻ കാരച്ചാല താമസിക്കുന്നത്. എൻ്റെ വീടിനടുത്തൊരു പന്നി ഫാമുണ്ട്. 4 ഫാമുണ്ടായിരുന്നു. 4 ഫാമിൽ എല്ലാം പഞ്ചായത്തിൽ പരാതി കൊടുത്തതിന് മുന്നേ പരാതി കൊടുത്ത് പൂട്ടിപ്പോയി. അതിനകത്ത് ഒരാൾ ബെല്ല് വിളിച്ചുകൊണ്ട് വീണ്ടും പന്നി ഫാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നതിന് ആൾക്കാർ പല ആൾക്കാരും പരാതി പറഞ്ഞു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആ പരാതി കൊടുത്തു പറഞ്ഞിട്ട് എന്നെ പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തുകയും എന്നോട് കച്ചറ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ജോജോ എന്ന് പറയുന്ന ആളാണ് കച്ചറ ഉണ്ടാക്കുന്നത്. പല പ്രാവശ്യം പറഞ്ഞു എന്നോടൊന്ന് ആ റോഡ് കുഴി പോലെ കിടന്ന് ഞാനൊന്ന് നിരത്തിയപ്പം ആ നിരത്തി എൻ്റെ തൂമ്പ മേടിച്ച് എറിയാൻ വരികയും എന്നെ വിളിക്കുകയും പിന്നെ വണ്ടി കയറ്റി എന്നെ കൊല്ലുന്നു പറയുകയും ചെയ്തു. 5 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന പന്നിഫാം പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് അടച്ചുപൂട്ടിപ്പിച്ചിരുന്നു. ബിനേഷ് മാത്യു, വയനാട് വിഷൻ, അമ്പലവയൽ. ഈസ്റ്റ് ചീരാലിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബത്തേരി MLA IC ബാലകൃഷ്ണൻ. പോലീസ് സ്റ്റേഷനു വേണ്ടി കെട്ടിടമടക്കം വാടകയ്ക്ക് എടുത്തിട്ട് വർഷങ്ങളായെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല.
രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നാണ് ജില്ലാ പോലീസ് മേധാവി സർക്കാരിനെ അറിയിച്ചത്. ഇത് UDF ഭരണകാലത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനായി ഈസ്റ്റ് ചീരാലിൽ കെട്ടിടമടക്കം വാടകയ്ക്കെടുത്തിരുന്നു. തുടർന്ന് ഇതുവരെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്ന് ജനപ്രതിനിധികളടക്കം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇൻ്റർസ്റ്റേറ്റ് 2 സ്റ്റേറ്റുകളുമോ 3 സ്റ്റേറ്റുമായി പങ്കിടുന്ന നൂൽപ്പുഴയ്ക്കാണ് അന്ന് പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ള പ്രപ്പോസൽ ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഗവൺമെൻറ്റിന് സമർപ്പിച്ചത്. അതിനുശേഷം വന്ന ഗവൺമെൻറ് അത് നൂൽപ്പുഴയാണോ ചീരാലിയാണോ എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്കിപ്പോൾ ചീരാല് പോലീസ് സ്റ്റേഷൻ വന്നാലും നൂൽപ്പുഴ വന്നാലും 2 സംസ്ഥാനങ്ങൾ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്തുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കും. എന്തായാലും തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് വർഷങ്ങളായി പ്രവർത്തിക്കാതിരിക്കുന്നതിനാൽ കെട്ടിടമുടമയ്ക്ക് വാടകയും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ MLA അടക്കമുള്ളവർ ഇടപെട്ട് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. വയനാട് വിഷൻ, ചീരാൽ. വനിതാ മതിൽ ചരിത്ര സംഭവമായി മാറുമെന്നും ജില്ലയിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും മതിലിൽ പങ്കെടുക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ. ജില്ലയിൽ നിന്നും 30,000 വനിതകളാണ് മതിലിൽ പങ്കെടുക്കുന്നത്. ഇതിൽ കുടുംബശ്രീ പ്രവർത്തകർ, തോട്ടം തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, അധ്യാപികമാർ, തൊഴിലുറപ്പുകാർ, വിദ്യാർത്ഥിനികൾ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും പങ്കെടുക്കും. ജില്ലയിൽ മതിലില്ലാത്തതിനാൽ കോഴിക്കോടാണ് ജില്ലയിലെ വനിതകൾ അണിനിരക്കുക. വനിതാ മതിലിലെ കേരളത്തിലെ 30 ലക്ഷത്തോളം സ്ത്രീകൾ അണിചേരുന്ന ഒരു ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ് അത് മാറാൻ വേണ്ടി പോകുന്നത്. അത് കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായ ഒരു നിലനിൽക്കുന്ന ബോധത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ സ്ത്രീകളും ആ പ്രക്ഷോഭത്തിൽ ആ മതിൽ അണിചേരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ വലിയ കൂട്ടായ്മയാണ് വനിതാ മതിൽ പങ്കുചേരുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിൽ ഈ മതിലില്ല എന്നുള്ളത് കൊണ്ട് വയനാട് ജില്ലയിലെ വനിതകൾ കോഴിക്കോട് പട്ടണത്തിലാണ് ഈ മതിൽ അണിചേരുന്നത്. ജനുവരി 1 നടത്തുന്ന വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന പരിപാടിക്ക് സംഘടനാ കമ്മിറ്റി അംഗം ശ്രവ്യ ബാബു, ഗീതാഞ്ജലി, ബിന്ദു പ്രശോഭ്, ഹരിപ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാക്കവയൽ വാര്യാട് റോഡിൽ വാഹനാപകടം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൽപ്പറ്റ ബത്തേരി റൂട്ടിൽ കാക്കവയൽ വാര്യാടിൽ കാർ ലോറിയിലിടിച്ച് കാർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കൽപ്പറ്റയിൽ നിന്നും വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിരെ വന്ന മിൽമ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കാർ യാത്രികനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. രൂക്ഷമായ വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി ചെട്ടിയാലത്തൂർ നിവാസികൾ. പുനരധിവാസത്തിലൂടെ പല കുടുംബങ്ങളും വനത്തിന് പുറത്തു കടന്നപ്പോൾ ഈ പ്രദേശങ്ങളും വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി. ഇത് ആദിവാസികൾ അടക്കമുള്ളവരെ ഇപ്പോൾ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ചെട്ടിയാലത്തൂരിൽ കൊച്ചു കുടിലുകളിൽ കഴിയുന്ന നിരവധി ആദിവാസി കുടുംബങ്ങളുണ്ട്. പണിയ, കാട്ടുനായ്ക്ക വിഭാഗങ്ങളാണ് ഇവർ. സ്വയം സന്നദ്ധ പുനരധിവാസത്തിലൂടെ പല കുടുംബങ്ങളും വനത്തിന് പുറത്തു കടന്നപ്പോൾ ഈ പ്രദേശങ്ങൾ വന്യമൃഗങ്ങൾക്ക് അനുകൂല കേന്ദ്രങ്ങളായി. ആദിവാസികൾക്ക് ഇവിടെ തൊഴിലില്ല. തൊഴിലിനു വേണ്ടി പുറത്തു പോകാനും കഴിയാത്ത അവസ്ഥയാണ്. പകൽ നേരങ്ങളിൽ പോലും കാട്ടാനകൾ പ്രദേശത്ത് ഭീതി പരത്തുകയാണ്. പണിയ വിഭാഗത്തിലെ 48 കുടുംബങ്ങളും സ്വയം സന്നദ്ധ പുനരധിവാസത്തിന് അപേക്ഷ നൽകിയവരാണ്. എത്രയും പെട്ടെന്ന് തങ്ങളെ വനത്തിന് പുറത്തെത്തിക്കണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ വനത്തിന് പുറത്തു പോകാൻ മടിച്ചു നിന്നവരാണ്. ഇവർ വനം വകുപ്പിന് അപേക്ഷയും സമർപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇവരും വനത്തിന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. രൂക്ഷമായ വന്യമൃഗശല്യം കാടിൻ്റെ മക്കളെയും കാടുപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. 7 മാസം മറ്റായി ഇന്ന് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് ഇന്ന് വരെ പൈസ കയറിയിട്ടില്ല. ഞങ്ങളെയാണ് ആദ്യം ഒഴിപ്പിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ഞങ്ങളെ പുറകിലാക്കി അല്ലാത്തവരൊക്കെ പോകുകയും ചെയ്തു. ഞങ്ങൾക്കിപ്പോൾ ഭയങ്കരമായിട്ട് ശല്യമായിട്ടുണ്ട്.
പിന്നെ എല്ലാ പിള്ളേരും പുറത്താണ് പോയിട്ട് പണിക്ക് പോകുന്നത്. രാവിലെ പോകുകയാണെങ്കിലും ബുദ്ധിമുട്ട്, വൈകുന്നേരം വരുവാണെങ്കിലും ബുദ്ധിമുട്ട്. ഇവിടെ ആണെങ്കിൽ ഒരു പണിയുമില്ല. ആകെ ഒരു കാപ്പിക്കൂലി പറിക്കലുണ്ട്, അത് മാത്രം ഒരു പണി. അത് ഒന്നോ രണ്ടോ ദിവസം അത് തൂക്കത്തിന് കൊടുക്കും. അവർ ആ പണി 2 ദിവസം കൊണ്ട് കഴിയും. അത്ര തന്നെ. വേറെ ആൺകുട്ടികൾക്കൊന്നും ഒരു പണിയും ഇല്ല. ഇവിടെ പുറത്താണ് പോകുന്നത് അവരൊക്കെ. തൊഴിലുറപ്പ് പണിയോ? തൊഴിലുറപ്പുണ്ട്, ഞങ്ങളൊന്നും പോകുന്നില്ല. ഇവിടെ താഴെ മാത്രമേ 2 പേര് പോകുന്നുള്ളൂ. വയനാട് വിഷൻ, ചീരാൽ. കുട്ടികളിലെ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വെള്ളമുണ്ട പഞ്ചായത്തും കുടുംബശ്രീയും വെള്ളമുണ്ട പബ്ലിക് ലൈബ്രറിയും കൈകോർക്കുന്ന മഞ്ചാടി ബാലസഭയ്ക്ക് തുടക്കമായി. കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരമൊരുക്കുകയാണ് മഞ്ചാടിയുടെ ലക്ഷ്യം. വെള്ളമുണ്ട പഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നായി 600ഓളം കുട്ടികളാണ് മഞ്ചാടിയിൽ പങ്കാളികളാകുന്നത്. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമണി ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സൗദ അധ്യക്ഷയായിരുന്നു. അറിവ്, കഴിവ്, വായനശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് കുട്ടികൾക്കൊരു ബാലസഭ സൗഹൃദ പഞ്ചായത്തായിട്ട് രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ മഞ്ചാടി ബാലസഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ആ പേരിൽ തന്നെ നല്ല മനോഹരതയുണ്ട്. മഞ്ചാടി എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അവകാശങ്ങൾ അറിയാലോ. അവകാശങ്ങൾ വേണം, പിന്നെ അറിവ് വേണം, കഴിവ് വേണം, അനുഭവം വേണം. ഇതൊക്കെ വായനയിലൂടെ മാത്രമേ നമുക്ക് നേടാൻ കഴിയുള്ളൂ. വഞ്ഞോട് പുള്ളിമാലമ്മ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിൽ നടന്ന ലക്ഷം ദീപാർച്ചനയിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായി. രവീന്ദ്രൻ നമ്പൂതിരിയുടെയും മനീഷ് നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KG രാധാകൃഷ്ണൻ, PS രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദീപാരാധനയ്ക്ക് ശേഷം മൺചിരാതുകളിൽ ദീപസമർപ്പണം നടത്തി. ലക്ഷം ദീപാർച്ചനയോടനുബന്ധിച്ചാണ് വിശേഷാൽ പൂജകളും നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. പഞ്ചലിംഗേശ്വര ക്ഷേത്രം കേരളത്തിലെ 2ാമത്തെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഈ നാടിൻ്റെ ഐശ്വര്യവും അതോടൊപ്പം തന്നെ ഈ ജനങ്ങളെ ഇവിടെ പ്രദാനം ചെയ്യുകയുമാണ്. അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്ര പരിസരത്തും മറ്റ് നമ്മളോടനുബന്ധിച്ച് കിടക്കുന്ന മുഴുവൻ പേർക്കും എല്ലാവിധ ഐശ്വര്യവും ഉയർച്ചയും സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത അപേക്ഷകർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വേണ്ടി വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പെൻഷൻ അദാലത്ത് തുടങ്ങി. വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് അദാലത്തുകൾ നടക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കുള്ള അപേക്ഷകളിൽ പുതിയ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ച് നിരസിക്കപ്പെട്ട ആളുകൾക്ക് അപേക്ഷ നൽകിയാൽ അപ്പീലുകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതാണ് അദാലത്ത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമണിയുടെയും വൈസ് പ്രസിഡന്റ് ആൻഡ്രൂസ് ജോസഫിന്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാറും ഉദ്യോഗസ്ഥരും ഈ അദാലത്തുകളിൽ പങ്കാളികളാകുന്നുണ്ട്. തരുവണ കാഞ്ഞിരങ്ങാട് റോഡ് പണിയോടനുബന്ധിച്ച് പഴഞ്ചന മദ്രസയ്ക്ക് സമീപത്തെ കൽവെട്ട് പുതുക്കി പണിയുന്നതിൽ വ്യാപക ക്രമക്കേടെന്ന ആക്ഷേപം. അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തരുവണ കാഞ്ഞിരങ്ങാട് റോഡ് പണിയെ തുടർന്ന് പലയിടങ്ങളിലും കൽവെട്ട് പുതുക്കി പണിഞ്ഞു വരികയാണ്. പഴഞ്ചന മദ്രസയ്ക്ക് സമീപത്തുള്ള പ്രവൃത്തിയാണ് പല അപാകതകളും ഉള്ളതായി നാട്ടുകാരും സമീപത്തെ കച്ചവടക്കാരും ഒരുപോലെ ആക്ഷേപം ഉന്നയിക്കുന്നത്. പണ്ടിവിടെ ഉണ്ടായിരുന്ന ഓവുചാൽ ഈ പ്രവൃത്തിയോടനുബന്ധിച്ച് പകുതിയോളം മൂടിയ അവസ്ഥയിലാണ്. ഇത് വൃത്തിയാക്കുകയോ വീതി കൂട്ടുകയോ ചെയ്യാതെയാണ് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവൃത്തി ഇവിടെ നടക്കുന്നതെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആരോപണം. കോൺക്രീറ്റ് പ്രവൃത്തി ചെയ്തതിനു ശേഷം കോൺക്രീറ്റ് ചെയ്ത ഭാഗം നനയ്ക്കാൻ 2 ദിവസമായി തൊഴിലാളികൾ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നിരന്തരം കരാറുകാരനെ ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് 2 ദിവസത്തിന് ശേഷം നനയ്ക്കാൻ ആളെത്തിയത്. അപാകതകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ചൂണ്ടിക്കാണില്ല. കാരണം വെച്ചാൽ അതും അവരവിടെ ഇട്ട് പോയിട്ട് ഞങ്ങൾ പിന്നെ അത് സഹിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആ ഭാഗങ്ങളൊന്നും ഞങ്ങൾ എന്താക്കാൻ ശ്രദ്ധിക്കുന്നതന്നെ ഇല്ല. ഇവർ നനയ്ക്കലെല്ലാം കുറവല്ലേ വെച്ചാൽ 3ാമത്തെ ദിവസം 4ാമത്തെ ദിവസം എന്താക്കിയത് ഇവിടെ വന്ന് നനച്ചത്. അന്ന് വാർത്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് പോയതിനു ശേഷം പ്രവൃത്തിയിലെ മെല്ലപ്പോക്കിന് ഏറ്റവും വലിയ ഉദാഹരണമായി നാട്ടുകാർ ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ പോലും ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. എത്രയും പെട്ടെന്ന് റോഡ് പ്രവൃത്തികൾ പൂർത്തീകരിച്ച റോഡ് ടാർ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ മേപ്പാടി തൃക്കൈപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് ഗുരുതര വീഴ്ച വരുത്തിയെന്ന ആക്ഷേപവുമായി DYFI മേഖലാ കമ്മിറ്റി. 1489 പേരിൽ 165 പേർക്ക് മാത്രമാണ് ക്രിസ്മസിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്തത്. പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് ബാങ്ക് അവധിയായതിനാലും ട്രഷറിയിൽ നിന്നും കൃത്യസമയത്ത് തുക ലഭിക്കാത്തതിനാലുമാണ് കാലതാമസം നേരിട്ടതെന്നും മുഴുവൻ പേർക്കും ഇന്നും നാളെയുമായി തുക എത്തിച്ചു നൽകുമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. മൂപ്പൈനാട് പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് അർബൻ ബാങ്ക് മുഖേന ഡിസംബർ 25-ന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കിയപ്പോഴും തൃക്കൈപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് പെൻഷൻ വിതരണത്തിന് കാലതാമസം വരുത്തിയെന്നാണ് DYFI ഭാരവാഹികളുടെ ആക്ഷേപം. ബാങ്ക് ഭരണസമിതി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിച്ചുവെന്നും DYFI ആരോപിച്ചു. പക്ഷേ ഡിസംബർ 25-ാം തീയതി വരെ തൃക്കൈപ്പറ്റ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആകെ കൊടുത്തിട്ടുള്ള പെൻഷൻ 165
പെൻഷനുകൾ മാത്രമാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അതവിടെ എടുത്തു വെക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു സമീപനവും കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിപ്പിക്കുന്ന ഒരു രീതി പോലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 64,25,400 രൂപയാണ് തൃക്കൈപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലൂടെ വിതരണം ചെയ്യേണ്ടത്. ഡിസംബർ 20-ന് 27,95,000 രൂപ മാത്രമാണ് സർക്കാർ ഫണ്ട് ലഭിച്ചത്. 20-ാം തീയതിക്ക് മുമ്പ് ബാങ്കിൽ വന്നവർക്ക് ബാങ്ക് ഫണ്ടിൽ നിന്ന് പണം വിതരണം ചെയ്തു. ഡിസംബർ 23 മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചു. ദേശസാൽകൃത ബാങ്കുകൾ തുടർച്ചയായി 5 ദിവസം അവധിയായതോടെ ബാങ്കിൽ ഇടപാടുകാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഇതിനിടയിൽ 2 തവണ ട്രഷറിയിൽ പോയിട്ടും പണം ലഭിക്കാതെ മടങ്ങേണ്ടി വന്നു. ഡിസംബർ 26-നാണ് പിന്നെ 25 ലക്ഷം രൂപ ലഭിച്ചത്. ബാക്കി തുക ഇന്ന് ലഭിക്കുകയേ ഉള്ളൂ. ഇക്കാരണത്താലാണ് അല്പം താമസം നേരിട്ടതെന്നും ഇന്നും നാളെയുമായി മുഴുവൻ പേർക്കും പെൻഷൻ എത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. ഈ പ്രാവശ്യം ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് വന്ന പെൻഷൻ ഫണ്ട് ലഭിച്ചത് 20-ാം തീയതിയാണ്. ഫസ്റ്റ് ഗഡു 25 ലക്ഷം രൂപ ലഭിക്കുകയും ആ ലഭിക്കുന്ന മുമ്പ് തന്നെ ബാങ്കിൽ അന്വേഷിച്ച് വരുന്ന ആളുകൾ, പെൻഷൻ അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് ബാങ്കിൽ നേരിട്ട് കൊടുക്കുകയും 25 കിട്ടിയ മുറയ്ക്ക് ബാങ്കിൽ നിന്ന് അപ്പം തന്നെ വാർഡുകൾ വിതരണം ചെയ്യാനുള്ള ക്രമീകരണം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം സംഭവിച്ചത് നാഷണൽ കൊമേഴ്സ്യൽ ബാങ്കുകൾ അവധിയായതിനാൽ നമ്മളെ ബാങ്കിലെ ഇടപാടുകാരുടെ എണ്ണം വർദ്ധിക്കുകയും ബാങ്കിനെ തന്നെ നേരിട്ട് പണം ആവശ്യമായ സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കിൽ നിന്നും പണം എടുത്ത് കൊടുക്കാൻ കഴിയാത്ത ചെറിയ തടസ്സം ഉണ്ടായതുള്ളത്. പെൻഷൻ നേരിട്ടെത്തിച്ചു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നതിലും ബാങ്ക് വീഴ്ച വരുത്തുന്നുവെന്ന് കൂടി ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. വയനാട് വിഷൻ, മേപ്പാടി. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ വെള്ളം ലഭിക്കാത്തത് പതിവ് സംഭവമാകുന്നു. വെള്ളം ലഭിക്കാത്തത് കാരണം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ രോഗികളും ബന്ധുക്കളും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള തർക്കമാണ് വെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. 2 ദിവസമായി ജില്ലാ ആശുപത്രിയിലെ പല വാർഡുകളിലും വെള്ളം ലഭിച്ചിട്ടില്ല. വെള്ളം കിട്ടാതായതോടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ നെട്ടോട്ടമോടുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും. വാട്ടർ അതോറിറ്റിയാണ് ജില്ലാ ആശുപത്രിയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ചൂട്ടക്കടവ് റോഡ് വഴിയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ ടാങ്കിൽ ആദ്യം വെള്ളമെത്തിക്കും. ഇക്കഴിഞ്ഞ ദിവസം റോഡ് ടാറിംഗ് പ്രവൃത്തി നടത്തിയിരുന്നു. അതിനിടയിൽ റോഡിൽ പൈപ്പുകൾ പൊട്ടുകയും പൈപ്പ് നന്നാക്കാൻ ചെല്ലുമ്പോൾ ടാറിംഗ് നടത്തിയതിനാൽ റോഡ് കുഴിക്കാൻ സമ്മതിക്കാത്തതുമാണ് പ്രശ്നം വഷളാക്കിയത്. ഇതോടെ ആശുപത്രിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി വാട്ടർ അതോറിറ്റിയും. ഇത് കാരണം ദുരിതത്തിലായത് ജില്ലാ ആശുപത്രി കഴിയുന്ന പാവം രോഗികളും. 2 ദിവസം തീരെ വെള്ളമില്ലായിരുന്നു. പിന്നെ നമ്മളെ കുളിക്കാനും ബാത്റൂമിൽ പോകാനും പറ്റാതെ വളരെ ബുദ്ധിമുട്ടി പോയി. പിന്നെ കഞ്ഞി കുട്ടി കഴിയാൻ പോലും പറ്റാതെ ഇവിടെ കഴിഞ്ഞു കൂടിയത് സുഖമില്ല. ഇത്ര ആളുകളും മറ്റു പോയ ബാത്റൂമുകളൊന്നും വളരെ വൃത്തികേടായിട്ട് വളരെ വിഷമിച്ച് പോയി 2 ദിവസം. ഇതിനൊന്നും വെള്ളമില്ല. വെള്ളമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ രോഗികൾക്കൊന്നും വെള്ളം കിട്ടാതെ ഭയങ്കര കഷ്ടപ്പാടാണ്. വെള്ളം ഇന്നിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. വെള്ളം ബുദ്ധിമുട്ടാണ്. ഡോറുണ്ട്, കൊളുത്തില്ല. അല്ല പിന്നെ വെള്ളമുണ്ട്. ജില്ലാ ആശുപത്രിയിലാകട്ടെ പല ബാത്റൂമുകൾക്കും വാതിലുകളില്ല. അല്ലെങ്കിൽ ഉണ്ടാകുന്ന വാതിലിന് കൊളുത്തുമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നല്ല നേരം നോക്കി വേണം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ രോഗികളും കൂട്ടിയിരിപ്പുകാരും പോകേണ്ടത്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. വടക്കനാട് വള്ളുവാടിയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. കഴിഞ്ഞ ദിവസം വള്ളുവാടിയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന തെങ്ങ്, വാഴ, കാപ്പി എന്നിവ നശിപ്പിച്ചു. കൃഷിക്ക് സംരക്ഷണം നൽകിയില്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് മാർഗമെന്ന് കർഷകർ. നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് വള്ളുവാടിയിലാണ് കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന കക്കാട്ട് പുത്തൻപുരയിൽ മത്തായി, മലയക്കുളങ്ങര, ബെന്നി എന്നിവയുടെ കൃഷിവിളകൾ പൂർണ്ണമായി നശിപ്പിച്ചു. വാഴ, തെങ്ങ്, കാപ്പി എന്നീ വിളകളാണ് ആന നശിപ്പിച്ചത്. കാട്ടാന ഇറങ്ങുന്ന വിവരം വിളിച്ചറിയിച്ചാൽ വനപാലകർ എത്താറുണ്ടെങ്കിലും കാട്ടാനെ തുരത്താൻ കഴിയാറില്ലെന്നാണ് കർഷകർ പറയുന്നത്. നിരന്തരമായി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ വന്യജീവി സങ്കേത മേധാവിയുടെ ഓഫീസിന് മുന്നിലെത്തി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയിലാണ് കർഷകർ. വയനാട് ജില്ലയിലെ പ്രത്യേകിച്ച് വടക്കനാട് വള്ളുവാടി പ്രദേശങ്ങൾ നിരന്തരമായി ആന ഇറങ്ങുന്ന ഒരു പ്രദേശം മാറിയിരിക്കുകയാണ്. അതിൽ ഈ പ്രദേശങ്ങളിൽ വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശങ്ങൾ ഏതിലെ വന്ന് ആന കയറിയാൽ ഞങ്ങളുടെ തോട്ടത്തിൽ വന്ന് ആന ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ആന വന്ന് ഏതാണ്ട് 9:45 ആന വന്നിട്ട്
ഏതാണ്ട് നേരം വെളുക്കോളം 5:30 വരെ ഇവിടെ 2 ജീപ്പ് ഫോറസ്റ്റ് വണ്ടി വന്നിട്ട് ഫോറസ്റ്റ് വണ്ടി പടക്കം പൊട്ടിക്കുന്നു. ഇതിന് പുറകെ എൻ്റെ പറമ്പിന് ചുറ്റും ആനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ കയ്യിൽ വന്നത്. ഇത് നിരന്തരമായി എൻ്റെ പറമ്പ് മാത്രം വെച്ച് വരുന്നതിനെ സംബന്ധിച്ച് ഞാൻ അവരോട് DFOനോട് വരെ പരാതി പറഞ്ഞതാണ്. ഒരു നടപടി ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഒന്നുമില്ലെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ അല്ല വേണ്ടത്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കൃഷി ഇടത്തിന് കമ്പിവേലി ഇട്ട് സംരക്ഷിച്ച് തരുകയാണ് വേണ്ടത്. ഇതിന് വേണ്ട നടപടി ഉടൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നും സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന DFO ഓഫീസിലേക്ക് സ്വന്തമായി പോയി അവിടെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നത്. കാരണം 1-2 ലക്ഷം രൂപയുടെ സാധനമാണ് എൻ്റെ ഇപ്പോൾ പോയിരിക്കുന്നത്. 5-10 തെങ്ങ് പോയിട്ടുണ്ട്, വാഴകൾ മൊത്തം പോയിട്ടുണ്ട്. അബുതാഹിർ, വയനാട് വിഷൻ, ബത്തേരി. ചുവപ്പിന്റെ സ്നേഹിതർ എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ കുടുംബസംഗമം വൈത്തിരി പൂക്കോട് ലേക്ക് റെസിഡൻസിയിൽ വെച്ച് നടത്തി. യുവാക്കളിൽ ഉത്തമ രാഷ്ട്രീയ ബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൂട്ടായ്മയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹ സേവന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേർ ഇതിൽ അംഗങ്ങളാണ്. സംഗമം CPM വൈത്തിരി ലോക്കൽ കമ്മിറ്റി അംഗം ചിത്രകുമാർ ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമ കൂട്ടായ്മ പ്രസിഡന്റ് ഉസ്മാൻ മങ്കട അധ്യക്ഷനായിരുന്നു. പ്രളയം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും പൂക്കോട് തടാകത്തിലേക്കുള്ള വഴിയിൽ ഇടിഞ്ഞുവീണ മണ്ണും മരങ്ങളും നീക്കം ചെയ്തില്ല. ഇതുകാരണം സഞ്ചാരികൾ ബുദ്ധിമുട്ടുകയാണ്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പൂക്കോട് തടാകത്തിലേക്കുള്ള വഴിയാണ് ഇത്. പ്രളയസമയത്ത് റോഡിലേക്ക് ഇടിഞ്ഞുവീണ മണ്ണും മരങ്ങളും മാസങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും നീക്കം ചെയ്യാൻ DTPC അധികൃതർക്കോ മറ്റു ബന്ധപ്പെട്ട അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല. സംഭവം പലതവണ വാർത്തയായി വന്നിട്ടും നാട് മുഴുവൻ അറിഞ്ഞിട്ടും ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സഞ്ചാരികൾ നേരിടുന്ന ദുരിതം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തടാകത്തിന്റെ തൊട്ടു മുൻവശത്ത് ഇടിഞ്ഞു വീണ മണ്ണുപോലും നീക്കം ചെയ്തിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ്. കൂടാതെ ഇവിടെ തന്നെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാകുന്നുണ്ട്. തളിപ്പുഴ മുതൽ നരിക്കോട് മുക്ക് വരെ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിട്ടും ഇപ്പോഴും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ബ്ലോക്ക് ഉണ്ടാകുന്നതും സ്ഥിരം കാഴ്ചയാണ്. നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു ടൂറിസം കേന്ദ്രമാണ് പൂക്കോട് തടാകം. ദിനവും 100-ൽ പരം വാഹനങ്ങൾ വന്നു പോകുന്നുണ്ട് ഇവിടെ. പാർക്കിംഗ് മുതൽ ഓരോന്നിനും ഫീസ് ഈടാക്കിയാണ് ഓരോ സഞ്ചാരികളെയും തടാകത്തിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നിട്ട് പോലും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ട സൗകര്യമൊരുക്കാൻ DTPC ശ്രദ്ധിക്കാത്തത് തികച്ചും DTPC ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നും നിലവിൽ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് ലക്ഷങ്ങൾ ഫണ്ടുണ്ടായിട്ടും ഇതുവരെയായും തടാകത്തിലേക്കുള്ള വഴി നന്നാക്കാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പൂക്കോട് തടാകത്തിൽ ദൈനംദിനം ഒരു 100 കണക്കിന് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് അതിലുപരി ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട്. എന്നിട്ടും ഇവിടെ ഈ തളിപ്പുഴ ഭാഗത്ത് പൂക്കോട് ലേക്കിലേക്ക് പോകുന്ന റൂട്ടിൽ മണ്ണിടിഞ്ഞിട്ട് മരം അതടക്കം താഴോട്ട് വന്നിട്ടും അത് ആ സ്വന്തം കണ്ണിൻ്റെ മുന്നിലുള്ള കാര്യം വരെ ഈ DTPCക്കാർ കണ്ണടച്ച് പോകാന്നല്ലാതെ അതുവരെ അവരെ എടുത്തു മാറ്റാനുള്ള ഒരു ഉദ്ദേശമോ കാര്യങ്ങളോ അവർക്കില്ല. തടസ്സം നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വയനാട് വിഷൻ, വൈത്തിരി. പ്രളയ ദുരിതബാധിതർക്ക് സഹായമെത്തിക്കുന്നതിൽ മികച്ച പ്രവർത്തനം നടത്തിയ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ജില്ലാ പ്രസിഡന്റ് അനിൽ S. നായരെ മേപ്പാടി ശാഖാ പ്രവർത്തകർ ആദരിച്ചു. വിദ്യാർത്ഥി കർഷകശ്രീ അവാർഡ് ലഭിച്ച അഭിൻ ബാബുവിനെയും ചടങ്ങിൽ ആദരിച്ചു. മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് ദേവസ്വം ബോർഡ് അംഗം PK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. B. സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. തേറ്റമല എസ്റ്റേറ്റ് ഭഗവതി ക്ഷേത്രത്തിൽ സർപ്പബലി നടന്നു. വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ നടന്നത്. സർപ്പബലി ചടങ്ങുകൾക്ക് ഗോവിന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി, ക്ഷേത്രം ഭാരവാഹികളായ സുന്ദരൻ, വിജയൻ, തങ്കരാജ്, പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. അന്നദാനവും ഉണ്ടായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മാവോയിസ്റ്റ് സംഘത്തിലെ 4 പേരെ തിരിച്ചറിഞ്ഞു. സംഘത്തിലെ 4 പേരിൽ ഒരാൾ മക്കിമല സ്വദേശി ജിഷ. വയനാട്ടിലെ ജപ്തി നടപടികൾ അപലപനീയമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ജനറൽ കൺവീനർ PT ജോൺ. വടക്കനാട് കൊമ്പനെ തളയ്ക്കാൻ നീക്കങ്ങൾ ശക്തമാക്കി. വനംവകുപ്പ് പ്രത്യേക ദൗത്യ സംഘത്തിൽ 40 പേർ. മാനന്തവാടി തലപ്പുഴയിൽ വാഗണർ കാർ നിയന്ത്രണം വിട്ട് വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും ഇടിച്ചു വീഴ്ത്തി. 8 പേർക്ക് പരിക്ക്. ബത്തേരി എക്സൈസ് റേഞ്ചിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്നു കേസുകൾ 107. കഴിഞ്ഞ വർഷത്തേക്കാൾ 35 കേസുകൾ വർദ്ധിച്ചു. പന്നി ഫാമിനെതിരെ പരാതി നൽകിയതിന് പരാതിക്കാരന് വധഭീഷണി.
ഈസ്റ്റ് ചീരാൽ പോലീസ് സ്റ്റേഷൻ മുറവിളിക്ക് മറുപടിയില്ല. കെട്ടിടം നൽകിയിട്ടും പ്രവർത്തനം തുടങ്ങിയില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.